പൂർണ്ണ തൃപ്തരാണ്. നമ്മൾ തൊഴിലാളിയാണ്, ഈ വഴിയൊരു തൊഴിലാളിയാണ്. നമുക്ക് വേണ്ടിയുള്ള നിയമം കേന്ദ്രത്തിൽ നിയമം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സംസ്ഥാന സർക്കാർ 2019 പാസ്സാക്കി. ഇപ്പോൾ അതിൻ്റേതായ ലോണ് കാര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു 10 വർഷം കൊണ്ട് കേരളത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, നല്ല വികസന പ്രവർത്തനമാണ് നടത്തുന്നത്. തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു വികസനം ചെയ്തിട്ടുമില്ല. അപ്പോൾ അതല്ലേ നമ്മുടെ ജീവിതങ്ങളെല്ലാം 10 വർഷമായിട്ട് സന്തുഷ്ടമാണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഒന്നും പാലിച്ചിട്ടില്ല. ഈ പ്രതിപക്ഷത്തിരുന്നിട്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പ്രതിപക്ഷത്തിനും ചെയ്യാമല്ലോ ജനങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ഒരു സംവിധാനം ഈ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താലേ നമുക്ക് വിശ്വസിച്ച് ഒന്നിക്കാൻ പറ്റുള്ളൂ. ടൈറ്റ് മത്സരം തന്നെയാണ്, അത് 100% ടൈറ്റ് മത്സരമാണ്. പലയിടത്തും BJP ആയിട്ടാണ് ടൈറ്റ്. BJPക്ക് അങ്ങനെ ചാൻസ് ഉണ്ട്, നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിലൊരു ധാരണ വന്നാൽ ഇപ്പം തന്നെ ഡീല് വിവാദം ആയി കിടക്കുകയാണ്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണെന്നുള്ള നമുക്കൊന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രാദേശികമായിട്ട് കുറച്ച് നേതാക്കളുണ്ട്, അവരുമായിട്ട് ലിങ്കായിട്ട് ആ ഒരു സീറ്റിന് വേണ്ടി നല്ലൊരു ഡീൽ ഇതിനകത്ത് നടക്കുന്നുണ്ട് കേരളം. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, നിയമം അവരെ കയ്യിലിരുന്ന സീറ്റാണ്. അവരത് പിടിക്കാൻ വേണ്ടി ബാക്കിയുള്ള മണ്ഡലത്തിന് UDFനെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ ആ സീറ്റ് UDFൻ്റെ വോട്ട് വാങ്ങിച്ച് BJPയുടെ അധികാരത്തിൽ വരാനൊരു സാധ്യത ഉണ്ട്. നമ്മൾ അതിന് ഒരിക്കലും നമ്മളത് അംഗീകരിക്കില്ല. പൂർണ്ണമായിട്ട് LDF സർക്കാരിന്. കാരണം എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയം നോക്കാതെ അവർ ചെയ്തിട്ടുള്ളത്. 140 മണ്ഡലങ്ങളിൽ വികസനം എത്തിയിട്ടുണ്ട്. അല്ലാതെ കോൺഗ്രസിൻ്റെ മണ്ഡലം, കമ്മ്യൂണിസ്റ്റിൻ്റെ മണ്ഡലം അങ്ങനെ വേർതിരിച്ച് കണ്ടില്ല. ഈ ലാസ്റ്റ് പ്രഖ്യാപനം വരെ 140 മണ്ഡലം കിഫ്ബിയുടെ പദ്ധതി നടപ്പിലാക്കാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സർക്കാർ തന്നെ വരണം, അല്ലെങ്കിൽ കേരളത്തിന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അത് UDF വന്നാൽ പോലും ഈ ജനങ്ങളുടെ അവസ്ഥ ഇപ്പം തന്നെ മതേതര സംസ്ഥാനം നമ്മൾ ഇന്ത്യയിൽ ഉറ്റുനോക്കുന്നതാണ് കേരളം. അത് മാറും, തീർച്ചയായിട്ടും മാറും. LDF മാറിക്കഴിഞ്ഞു.